നമസ്കാരം ട്ടാ. നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ന്യൂസ് റൂമുകളിൽ ഇരുന്ന് അന്തിച്ചർച്ചകളിൽ വന്നിരുന്ന് ചർച്ചകൾ നിയന്ത്രിക്കേണ്ടതിന് പകരം അവിടെ കോടതികളായി മാറുകയാണ്. മാധ്യമ വിചാരണയാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും ഇവരുടെ ഉത്തരവാദിത്തം എന്താണ്? ഇവരുടെ ജോലി എന്താണ്? അതുപോലും അറിയാതെയാണ്, മനസ്സിലാക്കാതെയാണ് ചില മാധ്യമ പ്രവർത്തകർ, അത് വനിതകളാകട്ടെ അല്ലെങ്കിൽ പുരുഷന്മാരാവട്ടെ, വന്നിരുന്നിട്ട് ചാനലിലൂടെ ഇങ്ങനെ നിരന്തരം കുരച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചാനലിലെ ഈ അന്തിച്ചർച്ച നിയന്ത്രിക്കേണ്ടവരാണ് അവർക്കൊരു റഫറിയുടെ റോള് മാത്രമേ നിർവഹിക്കാനുള്ളൂ. ഈ ചർച്ചയെ നിയന്ത്രിക്കേണ്ടത് അവരാണ്. ഈ അന്തിച്ചർച്ചയിൽ ഇവരങ്ങോട്ട് കയറി ഇടപെട്ട് ജഡ്ജിമാർ പോലും പറയാത്ത രീതിയിലുള്ള ജാടകളൊക്കെ അങ്ങോട്ട് കാണിച്ച് ഒരു ഭയങ്കര എന്തോ നടക്കാത്ത, ഈ ലോകത്തെങ്ങും നടക്കാത്ത, ഇന്ത്യയിൽ എങ്ങും നടക്കാത്ത സംഭവങ്ങളാണ്, അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങും നടക്കാത്ത സംഭവങ്ങൾ പോലെയാണ് മാധ്യമ വിചാരണ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സ്വാതന്ത്ര്യമൊന്നും ഒരു മാധ്യമത്തിനും കൊടുത്തിട്ടില്ല. എന്നെയും ഏതൊരു സാധാരണക്കാരനെയും പോലെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ. അതിനപ്പുറം കടന്നു കയറി ഒരാളെയും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ പറയുന്ന മാധ്യമങ്ങൾക്കില്ല. അത് ഈ കേരള മാധ്യമങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന്. ഒരു വിഷയം എടുത്തിട്ട് ആ വിഷയത്തിനെ ഏതെല്ലാം രീതിയിലേക്ക് വളച്ചു കെട്ടാമോ ആ രീതിയിലൊക്കെ വളച്ചു കെട്ടി സത്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അധർമ്മത്തെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തി വാർത്തകൾ ഒരുക്കുന്ന ഈ കപട മാധ്യമങ്ങളെ ജനങ്ങൾ തിരിച്ചറിയണം. ഈ കേരളത്തിൽ നിഷ്പക്ഷമായ ഒരു മാധ്യമ പ്രവർത്തനവുമില്ല. അതിനൊരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, BJP തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വന്നിട്ട് വെറും 4 മാസമാണായത്. വെറും 4 മാസം. ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് എത്ര മാസം കൊണ്ടാണ് അത് വളർന്ന് പരുവപ്പെട്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് സ്വന്തമായി ആഹാരം കഴിക്കാൻ തുടങ്ങുന്നത്? സ്വന്തമായി അവന് ആഹാരം വാരി കഴിക്കണമെങ്കിൽ അതിന് സമയം വേണ്ടേ? അതിന് കുറച്ചുകൂടെ വളർച്ച എത്തണ്ടേ? എന്നാൽ വെറും 4 മാസം മാത്രം പ്രായമുള്ള നഗരസഭയെ ഇമാതിരി രീതിയിൽ താറടിച്ച് കാണിക്കുന്ന ഇവിടുത്തെ മാപ്രകളും ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് അവരോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ കേരളം ഭരിച്ചുകൊണ്ടിരുന്നവരാണ്. ഈ കേരളം കഴിഞ്ഞ 10 വർഷവും മഴ പെയ്തപ്പോൾ ഈ തിരുവനന്തപുരം തമ്പാനൂര് കിഴക്കേക്കോട്ട പോലുള്ള സ്ഥലങ്ങളിൽ അതിമാരകമായ വെള്ളപ്പൊക്കമുണ്ടായി. അന്നൊക്കെ അതിൽ കൂടെ നടന്ന് നീങ്ങിയവനാണ് ഞാനും. മനസ്സിലായില്ലേ? ഈ 10 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, സഹാവ് പിണറായി വിജയൻ, അദ്ദേഹം ഈ വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് പഠിക്കാനൊക്കെ സ്വീഡനിലോ സ്വിറ്റ്സർലൻഡിലോ എവിടെയൊക്കെ പോയി പിന്നെ വലിയ പഠനമൊക്കെ നടത്തി അതൊക്കെ ഇവിടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് കുന്തമാണ് നിങ്ങൾ ചെയ്തത്? എന്താണ് ഇവിടെ നിങ്ങൾ കൊണ്ടുവന്നത്? എന്തെങ്കിലും അതിനുവേണ്ടി കുറേ പണം ചിലവാക്കി വിദേശ സന്ദർശനങ്ങളൊക്കെ നടത്തി എന്നുള്ളല്ലാതെ, ഖജനാവിൽ നിന്ന് കോടികൾ ചിലവഴിച്ചു എന്നുള്ളല്ലാതെ നിങ്ങൾ എന്ത് കുന്തമാണ് ഇവിടെ ചെയ്തത്? ഈ 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ വെള്ളക്കെട്ട് മാറ്റാൻ സാധിച്ചില്ലേ? അതിന് സാധിക്കാത്ത നിങ്ങളാണോ ഇവിടെ വന്നു നിന്നിട്ട് അവഹേളിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും പോസ്റ്റുകളും വീഡിയോകളും എടുത്തിട്ട് ഈ BJPയുടെ മേയറെ അല്ലെങ്കിൽ നഗരസഭാ മേയറെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? VD സതീശൻ അധികാരത്തിൽ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിച്ചു വരണ്ടേ? ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പുതിയതായി വരുന്ന സർക്കാരുകൾക്ക് കാര്യങ്ങൾ പഠിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ തോന്നിവാസങ്ങൾ ചോദിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ കേരളത്തിലുള്ള ജനങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. ഇവിടെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമൊന്നില്ല. കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് പല വ്യവസായികളുടെ കയ്യിൽ നിന്നും ഫണ്ട് വാങ്ങിയാണ്, പല മതസംഘടനകളുടെ കയ്യിൽ നിന്നും ഫണ്ട് വാങ്ങിയാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. സത്യത്തിലും ധർമ്മത്തിനും വേണ്ടി, നീതിക്കും വേണ്ടി പോരാടുന്ന ഒരു മാധ്യമം പ്രത്യേകിച്ചും കേരളത്തിൽ ഇല്ലാതായി കഴിഞ്ഞു. ഒരു മാധ്യമങ്ങളെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.